ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കൂലി ഒഫീഷ്യൽ ട്രെയിലർ വന്നിരിക്കുകയാണ്. 14-ാം തീയതിയാണ് സിനിമ റിലീസ് ആവുന്നത്. എന്നാണ് അതിന്റെ ഓഡിയോ ലോഞ്ച് നടക്കുന്നത്. ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യണം തന്നെ വേണം പറയാൻ. ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യണം. ഒരാൾ എനിക്ക് മെസ്സേജ് ഉണ്ട്, കിടക്കപ്പുറതി ഇല്ലല്ലേ എന്ന്. അത് ഏത് രീതിയിൽ അയച്ചാൽ എനിക്കല്ല, പക്ഷെ ശരിക്കും കിടക്കപ്പുറതി ഇല്ല, നിക്കപ്പുറതി ഇല്ല. ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആണ്. 10 മിനിറ്റ് ആയി വന്നിട്ട് 6,36,515 വ്യൂ ഇപ്പൊ തന്നെ വന്നിട്ട് സൺ ടി വിയിലാണ് വന്നിട്ടുള്ളത്. 100% കോപ്പിറൈറ്റ്, ബട്ട് നോ പ്രോബ്ലം. ബ്ലോക്ക് ആകാണ്ടിരുന്നാൽ മതി. 3 മിനിറ്റ് 2 സെക്കൻഡ് ആണ് കൂലി ഒഫീഷ്യൽ ട്രെയിലർ. സൂപ്പർ സ്റ്റാർ രജനികാന്ത്, സൺ പിക്ചേഴ്സ്, ലോകേഷ്, അനിരുദ്ധ്, നമ്മുടെ സൗബിൻ ഷാഹിർ അടക്കം വന്നതിന്റെ ചെറിയ ഷോർട്സ് ഒക്കെ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെ ഉണ്ടാവും കണ്ടു നോക്കാം. റെഡി. ஒருத்தன் பிறந்த உடனே നാഗാർജുന அவன் எவன் கையில சாகுனான்னு நெத்தில எழுதிருக்கணும்னு நினைக்கிறேன். மனுஷன் இந்த உலகத்திலேருந்து ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா இட் கேன் பி a disaster. எனக்கு என்னமோ இந்த நெட்வொர்க்கால மட்டும் அவனுங்க பெரிய ஆளான மாதிரி தெரியல. ഓ ആമിർ ഖാൻ. அவனுங்க உள்ளுக்குள்ள வேற ஏதோ ஒன்று பெருசா பண்றானுங்க சார். இங்க இருக்கிற 14,400 பேர்ல எனக்கு தேவை அந்த ஒரு குழி, அந்த ஒத்த குழி. ஒரு இடம் விடாம தோட்டம் இறக்குங்கடா. 10 வருஷம் வெட்டிச்சு செலறணும். 30 வருஷமா ஒருத்தனை ஆஃப்லைன்லயே வச்சிருக்கேன். அவனுக்கு தெரிஞ்சது அரங்க மதிர விசில் பறக்கவே. Ladies and gentlemen, எனக்கு ஏவனா எங்கேயோ பார்த்த மாதிரி இருக்கு. certified monster. He got the strength ഉപേന്ദ്ര. like a rockstar. Say, alela polema, alela polema, hey. ഓ Alela polema, hey. ഷോ. யாரும் இங்க வர சொன்னா யாரும் இல்லாம தனியா வாழ்ந்து பழகிட்டீங்க. அவர் உங்களுக்கு வெறும் ஃப்ரெண்டு தான், எங்களுக்கு அப்பா. சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். அரங்க மதிர விசில் பறக்கவே. எட்ரா கொக்கி. Cool, Oh. cool it. Move your body. ഇതാണ് നമുക്ക് ആവശ്യം. What? Let's be on the party. It's too much heat. What is godly? The throne is his, so say sorry. Cool, cool, cool it. ഓ കൊള്ളട്ടെ. The whole squad, let's be on the party. Ladies and gentlemen, too much heat. It's what is godly. The throne is his, so say sorry. Sing, alela polema, alela polema, hey. Alela polema, alela polema, hey. Alela polema, alela polema, alela, alela, hey. இந்த தேவா பத்தி தெரிஞ்சிருந்தோ என்கிட்டயே விளையாடி இருக்க. தலைமை இறங்கி சரிதே. നൈസ്. ബട്ട് എനിക്ക് തോന്നിയൊരു കാര്യം പറയാം. അത് നമ്മള് ഇതിന്റെ ആ ജസ്റ്റ് പാട്ടുണ്ടല്ലോ, അരങ്ക മധുരട്ടുമേ, ആ പാട്ടിന്റെ കിട്ടിയിരുന്നൊരു ഇമ്പാക്ട് ആക്ച്വലി ഇതിനില്ല. ബട്ട് ഐ തിങ്ക് അത് മനഃപൂർവ്വം അവര് കുറച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഇമ്പാക്ട് മനഃപൂർവ്വം കുറച്ച പോലെ എനിക്കങ്ങനെ പോലെ പേഴ്സണലി. എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗൂസ് ബംസ്, അയ്യോ വാവ്, അതില്ല. പക്ഷെ ഉറപ്പാണ് ഇതിൽ എന്തൊക്കെയോ ഉണ്ട്. കാരണം എല്ലാ ആക്ടേഴ്സിനെയും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത്, ഇപ്പൊ ഉപേന്ദ്ര വരുന്ന സീനാണെങ്കിലും നാഗാർജുനക്ക് നല്ല സ്പേസ് ഉള്ള ക്യാരക്ടറാണ്. ആമിർ ഖാന്റെ ലുക്കിന് എന്താ കിഡ്രസ് ആണ്. അയാളൊക്കെ സ്ക്രീൻ പ്രസൻസ് എന്തായിരിക്കും ആലോചിക്കണം. അതൊക്കെ പച്ച കുത്തി ലുക്ക് ഭയങ്കരമായിരിക്കും. പിന്നെ എനിക്ക് ശ്രുതിഹാസനാണെങ്കിലും ഇതിൽ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു റോൾ ഉണ്ട് എന്നാണ് തോന്നുന്നത്. പൊതുവെ പുള്ളിക്കാരന്റെ സിനിമയിൽ കുറച്ച് റോളുകളൊക്കെ ഉണ്ടായി പെട്ടെന്ന് മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുള്ളത്. ബട്ട് ഇതിൽ കുറച്ച് ലെങ്ത് ഉള്ള ക്യാരക്ടറാണെന്ന് തോന്നുന്നു, അറിയില്ല. ആൻഡ് രജനികാന്ത്
പുള്ളിനെ സത്യത്തിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു രോമാഞ്ചമുണ്ട്. അത് ഇവിടെ തന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ജസ്റ്റ് കാഷ്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പുള്ളിന്റെ ചിരി, കുറച്ച് ഡയലോഗ്, അങ്ങനെ കുറച്ച് സംഭവം, ആൻഡ് ജസ്റ്റ് മിന്നായം പോലെ വന്നു പോയുള്ള സംഭവം ഉണ്ടല്ലോ. അതായത് ഭാഷ ഭാഷ ആ ആ സംഭവം ഉണ്ടല്ലോ, മറ്റേ എന്താ പറയുക, എക്സ്റേ കാണുന്ന പോലത്തെ പരിപാടി, അത് ജസ്റ്റ് ഒന്ന് ഇട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കണക്ഷൻ കൊടുത്തിട്ടുള്ള പരിപാടികൾ, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളിൽ ഒതുക്കിയിരിക്കുകയാണ് ആക്ച്വലി. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അയ്യോ എന്തൊക്കെ കാണിച്ചു വെച്ചിരിക്കണം എന്നുള്ളതും, ഇതിന്റെ ഒരു ക്യാൻവാസ് അത്ര വലുതായിരിക്കുന്നുള്ളതും മനസ്സിലാവണ്ടേ. ഇവൻ നമ്മുടെ സൗബിൻ ഷാന്റെ ക്യാരക്ടറിന്റെ പവർ എന്തായിരുന്നു, ഇത്ര ആളുകളുണ്ട് ഇവരെല്ലാവരും എനിക്ക് വേണം ഒറ്റ കൂലി, ആ ഒറ്റ കൂലിനെ മതി എന്നാണ് പറയാം. ആ കൂലി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമ്പാക്ട് എന്തായിരിക്കും എന്നുള്ളത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവരെല്ലാം തേടുന്ന ഒരാൾ ആ കൂലി, രജനീകാന്ത്. ആൻഡ് രജനീകാന്ത് ഈസ് രജനീകാന്ത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബ്ലാസ്റ്റ് നടക്കും സ്ക്രീനിലൊക്കെ. അത് ആ സ്ക്രീൻ സ്പേസും വലുപ്പവും സ്കെയിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഓരോ ക്യാരക്ടറിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് നല്ല സ്പേസ് കൊടുത്ത് അവർ ത്രൂ നായകനെ ബൂസ്റ്റ് ചെയ്ത്, അതല്ലാതെ അവരുടെ വലിപ്പം കാണിക്കുമ്പോൾ തന്നെ നായകൻ ഇതിനെ എതിർക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം നമുക്കറിയാലോ. വില്ലൻ വലുതാകുമ്പോഴാണ് ഓഫ് കോഴ്സ് നായകൻ വലുതാവുന്നത്. ഇവിടെയുള്ള വില്ലന്മാരെല്ലാം ഭയങ്കരമാണ്. സൗബിന്റെ ക്യാരക്ടർ ഭയങ്കരമാണ്, നാഗാർജുന്റെ ക്യാരക്ടർ അടിപൊളിയാണ്, ആമിർ ഖാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, മെയിൻ വില്ലനായിട്ട് വരുമ്പോൾ ഭയങ്കരമായിരിക്കും. ഉപേന്ദ്ര ഒരു പക്ഷേ സപ്പോർട്ടിങ് ക്യാരക്ടർ ആയിട്ട് വരാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ജയിലറിൽ നമ്മുടെ ശിവണ്ണൻ വന്ന പോലെ അത്തരത്തിലാണെന്നാണ് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവം, ആ ഫീൽ ഇതിൽ എന്തോ എനിക്ക് പേഴ്സണലി കിട്ടില്ല. അത് മിസ്സിംഗ് എലമെന്റ് ആയിട്ട് തന്നെ തോന്നുന്നു. അത് പക്ഷെ 100% ഉറപ്പിച്ചു പറയുന്നു, അത് മനഃപൂർവ്വം അവർ ചെയ്തു വെച്ചതാവാനേ സാധ്യതയുള്ളൂ. കാരണം സ്ക്രീനിൽ കാണേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രെയിലർ ഇങ്ങനെ തരുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഈ പടത്തിന് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഹൈപ്പ് ഉണ്ട്. അപ്പൊ ഇവര് ഭയങ്കര വലുത് തന്നിട്ട് അത് നമ്മൾ ഫുൾ മൂവി കാണുമ്പോൾ കുറയുന്നതിനേക്കാൾ ജസ്റ്റ് ഇതൊക്കെ ഇതിൽ ഉണ്ട് കേട്ടോ, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ, അണ്ണം വന്ന് പൊളിച്ചടുക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിന്റെയും ഓരോ ഭാഗങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നാഗാർജുന വരുന്ന ഭാഗത്തിൽ ചെറിയ കുറച്ച് സംഭവം, സൗബിന്റെ ചെറിയൊരു സംഭവം, ആമിർ ഖാൻ എന്തോ ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്, ഉപ്പിയ ഫൈറ്റിന്റെ സാധനം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം അവിടെ ഇവിടെ ഇങ്ങനെ തൊട്ടിങ്ങനെ വെച്ച് ഇടയിൽ ചെറിയൊരു ശ്രുതിഹാസൻ ത്രൂ പറഞ്ഞിട്ടില്ലേ, ശ്രുതിഹാസന്റെ അച്ഛന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്. സോ ഒരാൾ അച്ഛന് വേണ്ടി ഇതാവുന്നു, ഒരാൾ ഫ്രണ്ടിന് വേണ്ടി വന്നു, രണ്ടും ഒരുമിക്കുന്നു. അപ്പൊ അവിടെ സെന്റിമെന്റൽ ഫാക്ടേഴ്സ് ഒക്കെ ഉറപ്പായിട്ടും അത് അവിടെ വർക്കൗട്ട് ആവും, അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ അതിനു വേണ്ടി അടിക്കുമ്പോൾ വേറൊരു ഇമോഷണൽ പരിപാടി, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ഫൈറ്റിൽ എവിടെയോ ലോകേഷ് അഭിനയിച്ചോ എന്നൊരു ഡൗട്ട്. കണ്ണും പടങ്ങ മുടി, അത് അയാളുടെ ചുരുണ്ട മുടി ഇങ്ങനെയൊക്കെ അങ്ങനെ തോന്നിയാന്നറിയില്ല. ഒരു ക്യാരക്ടർ വന്നു പോയോ എന്നൊരു ഡൗട്ട്, എനിക്ക് ഉറപ്പില്ല. രണ്ടാമത് ഞാൻ ഫുള്ളായിട്ട് വെക്കുന്നില്ല, കാരണം എന്തായാലും ഇതിന് കോപ്പറേറ്റ് ഉണ്ടാവും. രണ്ടാമത് വെച്ചാൽ ചിലപ്പോൾ ബ്ലോക്ക് ആവും ചെയ്യും. അതുകൊണ്ടാണ് രണ്ടാമത് കാണാത്തത്. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം. സോ എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞു വെച്ചെന്നുള്ളൂ. നിങ്ങൾ ആരും കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ഇത് ഒരു 1.5 പടമായിരിക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇതിന്റെ 10 ഇരട്ടി എനിക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആകും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇങ്ങനെയാണ് ട്രെയിലർ പറയേണ്ടത്. ഇതൊക്കെ വലിയ രീതിയിൽ കാണിക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ, അഡ്രിനാലിൻ റഷ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ കൂലി ഈഗർലി വെയിറ്റിംഗ് August 14th. റിവ്യൂ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. മറ്റ് അപ്ഡേറ്റുകളായിട്ട് സന്ധിക്കുമ്പോഴേക്കും വണക്കം.